ഹലോ, 4 മണിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പലഹാരം ഇല്ലാതെ എങ്ങനെയാല്ലേ? നമുക്ക് ഒരു അടിപൊളി അവിൽ വെച്ചിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കാം. അവിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് പൊട്ടുകടല, നിലക്കടല, എള്ള്, നാളികേരം, അതുപോലെ വലിയ നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത്, ശർക്കര, ഇവയെല്ലാം കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റാൻ പോവുകയാണ്. അതായത് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. എല്ലാം ചൂടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും, കടിക്കാൻ നല്ല രസമായിരിക്കും കഴിക്കുമ്പോൾ. അതിനുശേഷം നമ്മൾ നമ്മുടെ അവിൽ അതും ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചൂടാക്കാൻ പോവുകയാണ്. നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞെടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ നാളികേരവും അതുപോലെ ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ശർക്കരയിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അതിനുശേഷം നമ്മുടെ നേന്ത്രപ്പഴം കൂടെ അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഞാൻ. ഇതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് എല്ലാം കൂടെ മിക്സായിട്ട് വരണം. അതിനുശേഷം നമ്മുടെ മറ്റ് ഐറ്റംസ് അവിൽ ചേർത്തു, അതുപോലെ നമ്മുടെ കടല, നിലക്കടല, എള്ള് ഇവയെല്ലാം കൂടെ ചേർത്തു ഇതിലേക്ക്. ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ഞാൻ. എല്ലാം നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സായി വരട്ടെ. അതിനുശേഷം നമ്മുടെ ഏലക്കായ കൂടെ അതിലേക്ക് പൊടിച്ച് ചേർക്കുകയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. അതുകൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റുക. അതിനുശേഷം നമ്മുടെ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് നെയ്യ്, പച്ച നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നെയ്യ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സംഭവം ഇവിടെ റെഡിയാണ്. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. 4 മണിക്ക് നമ്മുടെ ചായയുടെ കൂടെ നല്ല രസമാണ് കഴിക്കാൻ. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കുക, നമ്മളെ ഫോളോ ചെയ്യുക. അടിപൊളി റെസിപ്പിയാണ്.